മൂവീസ് എല്ലാവർക്കും കാണാൻ വേണ്ടിയില്ല, അതിങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഇല്ലായിരുന്നെങ്കിൽ വളരെയധികം വിഷമമായേനെ. റസൂൽ പൂക്കുറ്റി പുള്ളി ആബ്സെൻസ് ആ പ്രസൻസ് പുള്ളിയുടെ അത്ര കിട്ടുന്നില്ല. IFFK പോലത്തുള്ള ഒരു ഗ്രാൻഡ് ഇവന്റ് സംഘടിപ്പിക്കുമ്പോൾ സെറ്റ് ടു ഹാപ്പൻ, ഇങ്ങനെ സംഭവിക്കും. അത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഹ്യൂമൻ എറേഴ്സ് വിൽ ഹാപ്പൻ, അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. നോട്ട് കമ്പാരിറ്റീവ്ലി ദ ബെസ്റ്റ് ഇൻ അമേരിക്കൻ സ്റ്റാൻഡേർഡ്, ബട്ട് ഇറ്റ്സ് ഗുഡ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ഇതാക്കണമായിരുന്നു. സിനിമ കാണാൻ നമ്മൾ ക്യൂ നിന്ന് 1 മണിക്കൂർ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കയറാൻ പറ്റാതെ വരുന്നൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഞങ്ങളൊരു അരമണിക്കൂർ മുമ്പ് പോയി നിൽക്കും, പക്ഷേ കയറുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പായിരിക്കും മെസ്സേജ് വരുന്നത്. അറിയാൻ പറ്റും. IFFK എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ പതിവ് നമുക്കൊരു 29 IFFK വെച്ച് നോക്കുമ്പോൾ ഒരു ക്രൗഡ് കുറവാണെന്ന് പലരും പറയുന്നത് എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല ക്രൗഡാണ്, അടിപൊളിയാണ്. ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ്. സോ അതിന് മുമ്പുള്ള ക്രൗഡും അല്ല ഫെസ്റ്റിവൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. മൂവീസ് ഏതെങ്കിലും കണ്ടായിരുന്നോ? കണ്ടു, ഒരു 3-4 മൂവി ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് നല്ല മൂവീസ് എല്ലാം? നല്ലായിരുന്നു. കണ്ടന്റും ക്വാളിറ്റിയും എല്ലാം അടിപൊളിയാണ്. വേറിട്ടൊരു അനുഭവമല്ലേ. ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് സിനിമകളെ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, പ്രദർശന അനുമതി കൊടുത്തിരുന്നല്ലോ. കേട്ടിരുന്നു, പക്ഷെ അത് വീണ്ടും അതെല്ലാം പ്രദർശനത്തിന് സമ്മതിച്ചു. അപ്പം ഈ റെസ്ട്രിക്ട് ചെയ്ത് വയ്ക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് മൂവീസ് എല്ലാവർക്കും കാണാൻ വേണ്ടിയില്ല, അതിങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. ഓഡിയൻസ് കാണാൻ വേണ്ടിയിട്ടാണ് മൂവീസ് ഉള്ളത്, അത് റെസ്ട്രിക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. കാരണം ഇത്രയും മുന്നേ ഓഡിയൻസ് അതിൻ്റെ ഇടയിൽ ഇതായി പോകില്ലേ, അവർ ഈ പടങ്ങളൊക്കെ ചാർട്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് ക്യാൻസൽ ആവുമെന്ന് പറഞ്ഞാൽ ഒരു നിരാശയല്ലേ അത്. എന്നോട് ഒരിക്കലും യോജിക്കുന്നില്ല. അടുത്തൊരു IFFK വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും എന്തായാലും അടുത്ത തവണ ഉണ്ടാവും. 30th IFFK എങ്ങനെയുണ്ട്? 2025, 2026 നല്ല രീതിയിൽ നടന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല നല്ല കൂട്ടായ്മകളാണ്, നമുക്ക് നല്ല നല്ല സുഹൃത്തുക്കളെയും നല്ല നല്ല ബന്ധങ്ങളും ഒരുപാട് ഉല്ലാസ യാത്രയ്ക്ക് പോയ ഒരു ഫീലിംഗ് ആയിരുന്നു തോന്നിയത് എനിക്ക്. വളരെയധികം ഡിപ്രഷൻ അടിച്ച ഒരുപാട് വ്യക്തികൾ വരെ ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷേ ഇപ്പോൾ വെരി ഹാപ്പി. എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഇല്ലായിരുന്നെങ്കിൽ വളരെയധികം വിഷമമായേനെ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ചെറിയ ചെറിയ സോങ്ങൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു വരി പാടാം, കുഴപ്പമില്ലല്ലോ. ആരൊരാൾ പുലർമഴയിൽ ആദ്യമായി പ്രണയവുമായി ആദ്യമായി ഇൻ മനസ്സിൻ ജാലകം തിരയുകയാ. ആരോദ്യം ന്യൂ ഫേസ് ആർട്ടിസ്റ്റാണ്, കൊല്ലം, തിരുവനന്തപുരം. എൻ്റെ പേര് ഷീജി എന്നാണ്. എന്തായാലും നിങ്ങൾ ഇത് വളരെയധികം പെട്ടെന്നൊന്നും വേണ്ടാന്ന് പറഞ്ഞത് ശരിയല്ല. നിങ്ങൾ ഓടി വന്നപ്പോൾ ചിരി കണ്ടപ്പോൾ എനിക്ക് ഒന്നും പറയാൻ തോന്നില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. 30th IFFK എങ്ങനെയുണ്ട്? പൊളിയാണ്. ലാസ്റ്റ് ദിവസമായി ഇന്ന് കുറച്ച് ക്രൗഡ് കുറവാണ്, ആൾക്കാരെല്ലാം വരാനായിട്ട് ഇങ്ങനെ ഒരു ഒരു ലാഗായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദിവസവും ഓക്കെ ആയിരുന്നു, ഇന്ന് പ്രതീക്ഷ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. പക്ഷേ ചേട്ടാ, പതിവ് IFFK നോക്കുമ്പോൾ ഒരു ക്രൗഡ് കുറവാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് തോന്നിയോ ചേട്ടന്? അതാണ് പറഞ്ഞത്, ഞാൻ ഇന്നത്തെ ദിവസത്തെ ക്രൗഡ് കുറച്ച് നോർമലി വെച്ച് നോക്കുമ്പോൾ കുറച്ച് ക്രൗഡ് കുറവാണ്. ലാസ്റ്റ് ഇയർക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലുണ്ടായിരുന്നു എന്നാണ് തോന്നിയത്. ചേട്ടാ, ഇപ്പം ചിലർ പറയുന്നത് കേട്ടതാണ്, ഇപ്പം നമുക്കറിയാലോ സംഘാടകരെല്ലാം മാറിയിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടിയാണ് ഇപ്പോൾ ചെയർമാനായിട്ടുള്ളത്, നേരത്തെ പ്രേംകുമാർ ആയിരുന്നു. അവരുടെ എന്തെങ്കിലും ഒരു പിഴവായിട്ട് തോന്നുന്നുണ്ടോ ഈ ഒരു ക്രൗഡ് കുറയാനുള്ള കാരണം? അവരൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെല്ലാം കൊണ്ടുപോയതിൽ എന്തെങ്കിലും പിഴവ് വന്നതായിട്ട് തോന്നുന്നുണ്ടോ? ആബ്സെൻസ്, ഈ പ്രേംകുമാർ ആയിരുന്നപ്പോൾ പുള്ളിയുടെ ആ ഒരു പ്രസൻസ് ഇവിടെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം റസൂൽ പൂക്കുറ്റി പുള്ളി ആബ്സെൻസ് ആ പ്രസൻസ് പുള്ളിയുടെ അത്ര കിട്ടുന്നില്ല. മറ്റേത് പുള്ളി എന്ത് പറയാനായിട്ട് മുമ്പ് പുള്ളി കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരുന്നു. അതിൻ്റെ ആ ഒരു ഇത് ഓൾറെഡി ഇവിടെ ഒരു മൊത്തത്തിലൊരിതുണ്ട് അല്ലേ? ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ചേട്ടാ, ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് സിനിമകൾ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നല്ലോ, അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോട് ചേട്ടാ യോജിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. എന്താ അഭിപ്രായം അതേപറ്റി? ഇങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുള്ളത് പിന്നെ രണ്ടാമത് റിജക്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ റിജക്റ്റ് ചെയ്ത് വെക്കാൻ എന്തായിരിക്കും റീസൺ എന്ന് തോന്നുന്നു? അതിനോട് നമ്മൾ അങ്ങനെ എന്ത് പറയാനായിട്ട്, അതൊരു വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു ഇത് അതിൻ്റെ ഒരു ആവശ്യമില്ല. 30th IFFK നന്നായിരുന്നു, ഓവറോൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഷെഡ്യൂളിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ച് കൺഫ്യൂഷൻ ഫീൽ ചെയ്തു. അത് ഷെഡ്യൂളിങ്ങിൻ്റെ കാര്യത്തിലല്ല, നമുക്കിപ്പോൾ കുറേ ക്യാൻസലേഷൻസ് വന്നല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ടണൽ എന്ന് പറഞ്ഞൊരു മൂവി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ടണൽ ക്യാൻസലായെന്ന് പറഞ്ഞ് നേരെ ടഗോറിലോട്ട് വന്നു. 2:52 ആയപ്പോൾ മെസ്സേജ് വന്നു 3 മണിക്ക് നമ്മുടെ ഏരീസിൽ
ടണൽ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷൻസ് വന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് പേര് പറയുന്നുണ്ട് നമ്മൾ ഒരു 29 IFFK വെച്ച് നോക്കുമ്പോൾ 30th IFFKയിൽ വലിയൊരു ഓളവും വൈബൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫീൽ ചെയ്തായിരുന്നു. ആക്ച്വലി നമ്മളിവിടെ അവരുദ്ദേശിക്കുന്ന നമ്മളിവിടെ കുറച്ച് മ്യൂസിക് ആണെങ്കിലും ആ ഒരു സീനൊക്കെയാണ്. പക്ഷേ ഞാൻ ആക്ച്വലി നമുക്ക് ഒരു കാരണവശാലും നമുക്ക് പുറത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കുത്തിയിരുന്ന് ക്യൂറേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത കുറച്ച് മൂവീസ് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെക്കാട്ടിന് ഒരുപാട് അറിവും വിവരമുള്ള ആൾക്കാരെ നമുക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ നമുക്ക് കൊണ്ട് വെച്ചുതരികയാണ്. അപ്പം ഒരു കാരണവശാലും IFFKയിൽ ഒരു മൂവീസ് മോശമാകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മേ ബി 1 out of 10 ആൾക്കാർക്ക് ചിലപ്പോൾ ചില മൂവീസ് വർക്കാവില്ലായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മളെക്കാട്ടിന് ഒരുപാട് അറിയാവുന്ന ആൾക്കാർ നമുക്ക് വേണ്ടി സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്ന ലിസ്റ്റ് ഓഫ് മൂവീസാണ്. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. ബാക്കി ഇവിടുത്തെ പുറത്തുള്ള സീൻ മേ ബി അങ്ങനെ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. കണ്ട മൂവീസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. എനിക്ക് നേരത്തെ ഷെഡ്യൂൾ കണ്ടപ്പോഴേ കാണണം എന്ന് വിചാരിച്ച 1-2 മൂവീസ് എനിക്ക് എബ്ബൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല, ഷെഡ്യൂളിൻ്റെ വിഷയം കാരണം. പക്ഷേ ബാക്കി മൂവീസ് കണ്ടതിൽ എനിക്കൊരു 70% എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കി 30% എൻ്റെ ടേസ്റ്റ് അല്ലായിരിക്കും. അങ്ങനെയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർ ഇത്തവണ കുറവാണ്. അതിൻ്റെ കാരണം നമുക്കറിയാലോ, സംഘാടകരൊക്കെ മാറി. കഴിഞ്ഞ വർഷം പ്രേംകുമാർ ആയിരുന്നു ചെയർമാൻ, ഇത്തവണ റസൂൽ പൂക്കുട്ടിയാണ്. അവരുടെയൊക്കെ ഒരു അസാന്നിധ്യം കോർഡിനേഷനിലൊക്കെ എന്തെങ്കിലും ഒരു പിഴവ് വന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് പറയാൻ ഞാൻ ആളല്ല. ബട്ട് സ്റ്റിൽ ഇതിനകത്തുള്ള വോളണ്ടിയേഴ്സ് ദേ ഡൺ എ വെരി ഗുഡ് ജോബ്. അവർ ഓടി നടന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിന് ഫുഡ് അറേഞ്ച് ചെയ്യുന്നതിലായാലും. പക്ഷേ അതിലൊന്നും ഒരു ഷോർട്ടേജ് ഇല്ല, വെള്ളത്തിന് ഷോർട്ടേജ് ഇല്ല. അതൊക്കെ അങ്ങനത്തെ ബേസിക് അമ്യൂണിറ്റീസിലൊന്നും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ലാത്തടത്തോളം ഇവിടുത്തെ വോളണ്ടിയേഴ്സ് ദേ ഡൺ എ വെരി ഗുഡ് ജോബ്. പിന്നെ മൂവീസ് പ്രസൻറ്റ് ചെയ്യുന്നതിലായാലും മൂവീസ് ഒട്ടും ഡിലേ ഇല്ല, പെർഫെക്റ്റ് ടൈമിങ്ങിൽ ഓൺ ടൈമായിട്ട് തന്നെ. പിന്നെ ഇവിടെ ക്യൂവിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാ IFFKയിലും സംഭവിക്കുന്നത് പോലെ ക്യൂ നിന്നിട്ട് കയറാൻ പറ്റുന്നില്ല. അതൊരു ടോക്കൺ സിസ്റ്റം ചില സമയത്ത് ടാഗോറിലൊക്കെ ടോക്കൺ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊള്ളാം എന്നൊക്കെ തോന്നി. കാര്യം എനിക്ക് തന്നെ 2-3 പ്രാവശ്യം എനിക്ക് നിന്നിട്ട് എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളൊരു 2.5 hours നിന്നിട്ടാണ് കയറാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വയസ്സായുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായി. അല്ലാതെ അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ IFFK പോലത്തെ ഒരു ഗ്രാൻഡ് ഇവന്റ് സംഘടിപ്പിക്കുമ്പോൾ സെറ്റ് ടു ഹാപ്പൻ, ഇങ്ങനെ സംഭവിക്കും. അത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഹ്യൂമൻ എറേഴ്സ് വിൽ ഹാപ്പൻ. അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. അടുത്തൊരു IFFK വെയിറ്റിംഗ് ആണോ? അതെ. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. അതെ ഉണ്ട്. പെട്ടെന്ന് തീർന്ന പോലെ തോന്നുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേ ഇനി അടുത്ത IFFK പെട്ടെന്ന് വരട്ടെ. ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ ഇവന്റ്സ് ഒക്കെ കൊണ്ടുവരട്ടെ. ഒരു 1-2 ദിവസത്തെ ചെറിയ ഫിലിം ഫെസ്റ്റിവൽസ് ഒക്കെ ട്രാൻഡ്രത്ത് തന്നെ സംഘടിപ്പിക്കട്ടെ. അതെ. പഴയൊരു വൈബ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇത്തവണത്തെ IFFK? This is my first time and just enjoying it. Pretty good. How was the experience? It was good. Met a lot of people. ഞങ്ങളുടെ തന്നെ ഒരു പടം സിദ്ധു എന്ന് പറഞ്ഞൊരു പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടം ഇന്നലെ എൻ്റെ പോസ്റ്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നലെ പോസ്റ്റ് ചെയ്തു. ജാഫർക്കായി ഞാനൊക്കെ അഭിനയിക്കുന്ന ഒരു പടം. ഇറ്റ്സ് എ നൈസ് എൻവയൺമെൻറ്റ്. ഞാൻ സൺഡാൻസ് പോലെയുള്ള ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. സോ ദിസ് ഈസ് നോട്ട് കമ്പാരിറ്റീവ്ലി ദ ബെസ്റ്റ് ഇൻ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ്, ബട്ട് ഇറ്റ്സ് ഗുഡ്. താങ്ക് യു ഫോർ ഡൂയിങ് ദിസ് ആൻഡ് താങ്ക് യു ഫോർ പ്രൊമോട്ടിങ് ഇറ്റ്. എൻ്റേത് ഫസ്റ്റ് ടൈമാണ് 30th IFFK. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒന്നുകൂടെ ഞാൻ ബാംഗ്ലൂരായിരുന്നു സ്റ്റഡീസ് എല്ലാം. ബോണപ്പ് ആൻഡ് ബോട്ടപ്പ് ഇവിടെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് തോന്നുന്നു. ഞങ്ങൾ 2 ദിവസമായിട്ട് വരെയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട്. വീണ്ടും അടുത്ത വർഷത്തെ IFFKയും പിന്നെ അതുപോലെ തന്നെ ഫിലിംസൊക്കെ നല്ല ഫിലിംസാണെന്ന് കണ്ടില്ല, ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് കാണാൻ കൂടെയാണ് വന്നത്. എനിക്ക് പക്ഷേ പറയുന്നുണ്ട് പതിവ് പോലെ പഴയ IFFK നോക്കുമ്പോൾ അത്രയും ഒരു ഓളം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഫസ്റ്റായിട്ട് വരുന്നതാണ്. അപ്പം അത്ര ഒരു ആൾക്കൂട്ടം കുറവാണ്. അപ്പം നൈറ്റൊക്കെ ഭയങ്കര പിള്ളേരൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് പകൽ സമയത്ത് ആൾ കുറവാണെന്ന് തോന്നുന്നു. അപ്പം അതിൽ കുറച്ച് പേര് പറയുന്നത്, ഇപ്പം സംഘാടകരെല്ലാം മാറിയല്ലോ, കമ്മിറ്റി മെമ്പേഴ്സൊക്കെ മാറി. മുൻപ് പ്രേംകുമാർ ആയിരുന്നു, ഇപ്പോൾ റസൂൽ പൂക്കുട്ടിയാണ്. അവരുടെയൊക്കെ ഒരു സംഘാടന പിഴവായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റിയൊന്നും ഫിലിംസിനെ പറ്റി ഇതായിട്ട് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ഇതാക്കണമായിരുന്നു തോന്നുന്നു. ഞാൻ ഇവിടെ നിന്നല്ല, ഞാൻ തമിഴ്നാടാണ്. അപ്പോൾ ഇവിടത്തുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? കൊള്ളാം. പുതിയതായിട്ട് എക്സ്പ്ലോർ ചെയ്ത പോലെ ഇരുന്നു. കൊള്ളാം, എല്ലാം കൊള്ളാം. മൂവീസ് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നുണ്ട്? കുഴപ്പമില്ല, കുറച്ച് സിനിമകളൊക്കെ കണ്ട മൂവീസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത്യാവശ്യം നല്ല മൂവീസൊക്കെ കണ്ടു. ദ പോയറ്റ്, സിറാത്ത്, പിന്നെ
ദ ലിറ്റിൽ സിസ്റ്റർ, അങ്ങനെ കുറച്ച് നല്ല മൂവീസൊക്കെ കണ്ടിട്ടുണ്ട്. ടോട്ടൽ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്, എങ്ങനെയുണ്ട് ഇത്തവണത്തെ IFFK-യുടെ? ഞാൻ കുറേ കാലമായിട്ട് വരുന്നുണ്ട്. ഓരോ വർഷം തോറും സിനിമയെ ഫോക്കസ് ചെയ്ത് ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഓരോ തവണ കൂടുന്നവരും ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. മുന്നേയൊക്കെ സിനിമ കാണാൻ അല്ലാതെയും കുറേ ആൾക്കാർ ഇവിടെ വരുമായിരുന്നു. അപ്പോൾ അത്തരം ആൾക്കാരുടെ ഒരു കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ സിനിമയെ ഫോക്കസ് ചെയ്ത് ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആൾക്കാർ ഒക്കെ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ കഴിഞ്ഞ തവണ സിനിമ കാണാനല്ലാതെ ഒരുപാട് പേര് വരുന്നുണ്ട്. കഴിഞ്ഞ തവണയല്ല, ഇത് തുടങ്ങിയ ഒരു 2016-17 കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ടാഗൊന്നും ഇല്ലാതെ ഒരുപാട് മനുഷ്യർ ഇവിടെ കൂടിയിരിക്കുകയും വർത്തമാനം പറയുകയും പ്രൊട്ടസ്റ്റുകൾ. അത് കുറയാനായിട്ട് ഒരു റീസൺ ആയിട്ട് തോന്നുന്നത് കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ട് എല്ലാവരും അവരവരുടെ ജീവിത പ്രാരാബ്ദങ്ങളിൽ ഇൻവോൾവ്ഡ് ആണെന്ന് തോന്നുന്നു. അതായിരിക്കണം മേ ബി കാരണം. ഇപ്പം കുറച്ച് പേര് പറയുന്ന കേട്ടോ സംഘാടനത്തിലൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെയർമാൻ ആയിരുന്നാലും റസൂൽ പൂക്കുട്ടിയുടെ ഒരു അസാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ ദിവസം തൊട്ടാണ് വന്നു തുടങ്ങിയത്. അത് മേ ബി ഇതിന് കാരണമായിരിക്കും എന്ന് തോന്നുന്നു. അതും ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറി വരുന്നു എന്നുള്ളതിൽ ആൾക്കാർ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അവരുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്തത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ സിനിമ കാണുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ ഭയങ്കര വർധനമുണ്ട്. സിനിമ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുകയും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ എല്ലാ വർഷവും വരുമ്പോൾ ഒരുപാട് കാണുന്ന മനുഷ്യരുണ്ട്. അവരുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചു. കാരണം അവർ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോയവരുണ്ടാവും, അവരവരുടെ ജീവിത തിരക്കുകളിലായിട്ടുണ്ടാവും. പക്ഷേ സിനിമയെ കാണാൻ ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റിസർവേഷനിൽ നിന്നൊരു ക്യൂ നിന്ന് പല സിനിമ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഒരിടത്ത് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഫുള്ളാവുന്നു റിസർവേഷൻ നമ്മൾ നോക്കുന്ന ഒരു സെക്കൻഡിനുള്ളിൽ റിസർവേഷൻ ഫുള്ളാവും. പിന്നെ പോയി നമ്മൾ അൺറിസർവ്ഡ് ക്യൂ നിന്ന് ആ പകുതി നിന്ന് കഴിയുമ്പോഴത്തേക്കും ആൾ ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. സിനിമ കാണാൻ നമ്മൾ ക്യൂ നിന്ന് 1 മണിക്കൂർ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കയറാൻ പറ്റാതെ വരുന്നൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത്തവണ എല്ലാവരും ഫോക്കസ് ചെയ്തത് സിനിമ തന്നെയായിരിക്കും എന്ന് തോന്നുന്നു. എനിക്കൊന്ന് ആ ഒരു കൊറോണ കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ കൂടുതലും, കഴിഞ്ഞ വർഷമൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു, ഈ വർഷം സിനിമ കാണാൻ നല്ല തിരക്കുണ്ട്. അടുത്തൊരു IFFK വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണോ? ഉറപ്പായിട്ടും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവലിന് വരുമെന്ന് തന്നെ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ഇന്നലെ വന്നത്, മുന്നെത്തിയവരോട് ചോദിക്കായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു IFFK? നല്ലതായിരുന്നു. കുറച്ച് ഈ പറഞ്ഞ പോലെ ബുക്കിങ്ങിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. നല്ലായിരുന്നു, നല്ല IFFK. പക്ഷേ പതിവ് IFFK-നെക്കാട്ടിയും ക്രൗഡ് കുറവാണെന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? മേ ബി ഇലക്ഷനൊക്കെ റീസെൻ്റ്ലി ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടായിരിക്കാം. പൊതുവേ കഴിഞ്ഞല്ല ഞാൻ വന്നത്, അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ പ്രാവശ്യം കുറവായിരുന്നു ക്രൗഡ്. പിന്നെ സിനിമകൾ കുറേ ക്യാൻസലും ആയി. ഞങ്ങൾ 2-3 സിനിമകൾ ഞങ്ങൾ ക്യാൻസലായിട്ട് പിന്നെ ഞങ്ങൾ പ്ലാനൊക്കെ മാറ്റിയായിരുന്നു ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കണ്ട സിനിമകളൊക്കെ എങ്ങനെയുണ്ട്? നല്ല സിനിമകളായിരുന്നു. ചിലത് കുറച്ച് എക്സ്പെക്റ്റഡ് പോലെ വന്നില്ല, ബട്ട് മിക്ക നല്ല സിനിമകൾ തന്നെയായിരുന്നു. ഇപ്പം ക്രൗഡ് കുറയാൻ കാരണം ഈ സംഘാടകരൊക്കെ മാറിയല്ലോ. മുൻപ് പ്രേംകുമാർ ആയിരുന്നു, ഇത്തവണ റസൂൽ പൂക്കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യമൊക്കെ ആൾക്കാർ വരുന്നതിലൊക്കെ ബാധിച്ചു എന്ന് ചിലർ പറയുന്നു. എനിക്ക് ആ ഒരു ഏരിയനെ കുറിച്ച് കമൻറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല ആക്ച്വലി. എനിക്ക് പൊതുവേ സിനിമ എന്നുള്ള മേഖലയിലാണല്ലോ നമ്മൾ. അതിലിപ്പോൾ ആര് കോർഡിനേറ്റ് ചെയ്താലും സിനിമ തന്നെയാണല്ലോ. അതെ, സിനിമ തന്നെയാണ്. എനിക്ക് ഇപ്പം വ്യക്തികൾ മാറുമ്പോൾ എന്തായാലും കോർഡിനേഷനിൽ ഡിഫറൻസ് വരും. അപ്പോൾ ഡിഫറൻസ് തോന്നിയോ? മുൻപ് വന്ന ഒരു ക്യാൻസലേഷൻ കൂടുതലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ പ്രാവശ്യം കുറേ സിനിമകൾ ക്യാൻസൽ ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ഞങ്ങൾ തിയേറ്ററിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. നമുക്ക് മെസ്സേജ് വരും ആക്ച്വലി. അപ്പോൾ മെസ്സേജ് ഞങ്ങളൊരു അരമണിക്കൂർ മുമ്പ് പോയി നിൽക്കും, പക്ഷേ കയറുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പായിരിക്കും മെസ്സേജ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പിന്നെ വേറെ സിനിമയ്ക്ക് കയറാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെയൊക്കെ മെസ്സേജ് വന്നിട്ട് നമുക്ക് അതനുസരിച്ച് പ്ലാൻ മാറ്റി വേറെ സിനിമയ്ക്ക് പോകാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കോർഡിനേഷൻ ഇഷ്യൂസൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ അടുത്തൊരു IFFK വെയിറ്റിംഗ് ആണോ? ഉറപ്പായിട്ടും അടുത്ത തവണ ഉണ്ടാവും. ശ്രമിക്കും മാക്സിമം. ഓക്കെ, ശരി, താങ്ക് യു.